10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ചോദിച്ചു എന്നാടി എൻ്റെ പിറന്നാളെന്ന്. ഞാൻ പറഞ്ഞു കലണ്ടറിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞുതരാന്ന്. അപ്പോൾ ഓള് ചോദിക്കുക അതെന്തിനാന്ന്. അതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഡേറ്റ് നോക്കിയിട്ട് പിറന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്, അല്ല ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അമ്പലത്തിൽ പോകാനോ അടുത്തുള്ള വീട്ടുകാർക്ക് മിഠായി കൊടുക്കാനൊക്കെ എല്ലാതും തലേന്ന് ഞാൻ സെറ്റാക്കൂട്ടോ. അങ്ങനെ 18ാമത്തെ വയസ്സിൻ്റെ പിറന്നാളാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3ാമത്തെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡിൻ്റെ വക ഒരു ബർത്ത്ഡേ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അതിനേക്കാളും എനിക്ക് സർപ്രൈസ് ആയിട്ട് 2 കാര്യങ്ങൾ ഈ ബർത്ത്ഡേക്ക് നടന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സർപ്രൈസായി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് ആയിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു മിഠായി കൊണ്ടു തന്നു. ഇത് അനിയത്തി കൊണ്ടുവന്നാണ് കേട്ടോ. ഓളെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിന് ഓളെ എനിക്ക് ഒരു മിഠായി ഇട്ടു. 1 അല്ല 3 മിഠായി ഉണ്ടായിരുന്നു. അതിൽ 2 ഞാൻ തിന്നു, 1 ഓളും തിന്നു. അങ്ങനെ ഈ ഒരു മിഠായി കൊണ്ടുവന്നു. അത് എനിക്ക് ഭയങ്കര സർപ്രൈസായി. അപ്പോൾ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എനിക്ക് കിട്ടിയ 2 സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഹസ്ബൻഡ് ഒരു സ്റ്റാറ്റസ് വെച്ചത് ഇത്ര വലിയ സംഭവമാണോ എന്ന്. എനിക്കതേ കാരണം 10-15 കൊല്ലത്തിനിടയ്ക്ക് ഇത് ആദ്യമായിട്ടാണേ. അത് സർപ്രൈസ് തന്നെയല്ലേ.